അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള നബിചര്യയിൽപ്പെട്ടതാണ് ചില ആയത്ത് പാരായണം ചെയ്തു കഴിയുമ്പോൾ പാരായണം നിർത്തിവെച്ച് സുജൂദ് ചെയ്യുക എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ സുജൂദ് തിലാവ അഥവാ പാരായണത്തിൻ്റെ സുജൂദ് എന്ന് നമ്മൾ പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി അവിടുന്ന് നമുക്ക് സുന്നത്തായി കൽപ്പിക്കുകയും അവിടുത്തെ ജീവിതത്തിൽ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ അവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നു, സജദ ബിൻ നജ്മി വസജദ മഅഹുൽ മുസ്ലിമൂന വൽ മുശ്രികൂന വൽ ജിന്നു വൽ ഇൻസു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നജ്മ് സൂറത്ത് പാരായണം ചെയ്തപ്പോൾ അവിടുന്ന് മുസ്ലിമീങ്ങളും ജിന്നും മനുഷ്യരും എല്ലാവരും അവിടെയുള്ള ആളുകൾ സുജൂദ് ചെയ്തു എന്ന് അവിടുത്തെ ഹദീസിലൂടെ രേഖപ്പെടുത്തിയത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ അലൈന സൂറത ഫീഹ സജദ ഫയസ്ജുദു വനസ്ജുദു ഹത്താ മാ യജിദു അഹദുന മൗദിഅ ജബഹതി. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചെയ്ത സംഭവത്തെക്കുറിച്ച് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ചില സൂറത്തുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിൽ ഓതാറുണ്ടായിരുന്നു. അന്നേരമൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സുജൂദ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിൽ സുജൂദ് ചെയ്യും. ചിലപ്പോൾ ചിലർക്ക് നെറ്റ് നിലത്ത് വെക്കാൻ പോലും സ്ഥലം ലഭിക്കാത്ത രൂപത്തിൽ ആളുകൾ തിങ്ങി നിറയും എന്നൊക്കെ ഇവിടുന്ന് ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തിലാവത്തിൻ്റെ സുജൂദ് എന്നൊരു സുജൂദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുകയും നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂട്ടുകാരെ, എന്താണ് ഈ തിലാവത്തിൻ്റെ സുജൂദ്? എങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ? എന്തൊക്കെയാണ് അതിൻ്റെ ഷർത്തുകൾ എന്ന് നമുക്ക് ലളിതമായി ഒന്ന് പഠിച്ചു നോക്കാം. തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ തന്നെ ഓതുന്നയാളുകൾക്കും അതേപോലെ തന്നെ ഓത്ത് കേൾക്കുന്നയാളുകൾക്കും അതേപോലെ ഇനി നിസ്കാരത്തിൻ്റെ പുറത്തുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ആരെങ്കിലും കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും തിലാവത്തിൻ്റെ സുജൂദ് അഥവാ ഈ ആയത്ത് കേട്ട എല്ലാ ആളുകൾക്കും ഓതിയതോ കേട്ടതോ ആയ എല്ലാ ആളുകൾക്കും തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താണ്. ഒരു മഅ്മൂം അദ്ദേഹം സുജൂദ് ചെയ്യണമെങ്കിൽ ഇമാമ് സുജൂദിന് ചെയ്തതിന് ശേഷമായിരിക്കണം അയാൾ സുജൂദ് ചെയ്യേണ്ടത്. ഇമാമിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അയാൾ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ ഇമാമിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അവന് സുജൂദ് ചെയ്താൽ അവൻ്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. നിസ്കാരങ്ങൾ നമ്മൾ അറിഞ്ഞതുപോലെ രണ്ട് രൂപത്തിലാണ്. ഒന്ന് സിർരിയായ നിസ്കാരം, ജഹരിയായ നിസ്കാരം അഥവാ ഖുർആൻ ഓത്ത് ഒക്കെ ഓതുന്ന നിസ്കാരങ്ങളുണ്ട്. അഥവാ നമ്മുടെ സുബ്ഹി നിസ്കാരം, അതുപോലെ മഗ്രിബ് ഇശാ നിസ്കാരങ്ങൾ പോലെ. അതേപോലെ തന്നെ ഓത്ത് പതുക്കെ ഇമാം ഓതുന്ന നിസ്കാരങ്ങൾ, ളുഹർ അസർ പോലെ ഇങ്ങനെയുള്ള നിസ്കാരങ്ങളുണ്ട്. ഉറക്കെ ഓതുന്ന ആ നിസ്കാരങ്ങളെ പറ്റിയാണ് നമ്മൾ ജഹരിയായ നിസ്കാരം എന്ന് പറയും. എന്നാൽ പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളെപ്പറ്റി സിറിയായ നിസ്കാരം എന്ന് പറയും. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് സിറിയായ നിസ്കാരമാണെങ്കിൽ അഥവാ ളുഹറോ അസറോ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിൽ വെച്ചിട്ടാണ് ഒരു ഇമാമ് തിലാവത്തിൻ്റെ സുജൂദുള്ള ഒരു ആയത്ത് പാരായണം ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം ഉടനെ സുജൂദ് ചെയ്യുന്നതല്ല. കാരണം അത് ചിലപ്പോൾ അവിടെ മഅ്മൂമിങ്ങൾക്ക് വസ്വാസ് ഉണ്ടാകാൻ വരെ അതൊരു കാരണമായി തീരും. അതുകൊണ്ട് അദ്ദേഹത്തിന് സുന്നത്തുള്ളത് ഈ സുജൂദിനെ നിസ്കാരത്തിൻ്റെ അവസാനത്തിലേക്ക് പിന്തിപ്പിക്കലാണ്. അതുപോലെ തന്നെ ജഹരിയായ നിസ്കാരമാകട്ടെ, ഉദാഹരണം സുബ്ഹി അല്ലെങ്കിൽ മഗ്രിബോ ഇശാओ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ, ഈ മൂന്ന് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിലാണ് അദ്ദേഹം ഈ തിലാവത്തിൻ്റെ സുജൂദ് ഉള്ള ആയത്ത് ഓതുന്നത്. എന്നാൽ അദ്ദേഹം മഅ്മൂമിങ്ങൾക്ക് വസ്വാസ് ഉണ്ടാകും എന്ന ഒരു പേടിയുണ്ടെങ്കിൽ, മഅ്മൂമിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ബോധ്യമില്ല, അങ്ങനെയുള്ള മഅ്മൂമിങ്ങളാണ് കൂട്ടത്തിലുള്ളത് എങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ മഅ്മൂമിങ്ങൾക്ക് വസ്വാസ് ഉണ്ടാകാൻ വരെ കാരണമാകുമെന്ന് കണ്ടാൽ അദ്ദേഹത്തിനും ഈ സുജൂദിനെ നിസ്കാരത്തിൻ്റെ അവസാനത്തിലേക്ക് പിന്തിപ്പിക്കൽ തന്നെയാണ് സുന്നത്ത്. ഇനി ഒരു വ്യക്തി, ഒരു ഇമാമ്, അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് തന്നെ അല്ലെങ്കിൽ ഈ സൂറത്ത് അദ്ദേഹം സാധാരണ നിസ്കാരത്തിൽ ഓതുന്ന ആ സൂറത്തിൻ്റെ സമയത്ത് ഈ സൂറത്ത് ഓതുന്നത് തന്നെ അദ്ദേഹം തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ട് എന്ന ആ ഒരു ഉദ്ദേശത്തിലാണ്, അഥവാ ഒരു പ്രത്യേകമായൊരു സുജൂദ് ചെയ്യാമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഈ ഖിറാഅത്ത് ഓതുന്നത് തന്നെ. എന്നാൽ അങ്ങനെ ചെയ്യൽ അത് ഹറാമാണ്. അതുപോലെ തന്നെ നിസ്കാരം കറാഹത്താക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം, അതുപോലെ തന്നെ അസർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം. ആ സമയത്തിൻ്റെ ഇടയിലും അദ്ദേഹം ഈ തിലാവത്തിൻ്റെ സുജൂദ്
സുജൂദ് വരുന്ന ആ ഒരു ആയത്ത് ഓതുക. പ്രത്യേകം സുജൂദ് ചെയ്യണമെന്ന കരുത്തോടുകൂടെ ഓതുക. ആ ഓതലും ഹറാമാണ്. നിസ്കാരത്തിൽ ഒരുത്തന് ഓതിയത് പ്രത്യേകം സുജൂദ് ചെയ്യാലോ എന്ന ഉദ്ദേശത്തിലാണ് അവൻ ഈ തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്ത് ഓതിയത് എങ്കിൽ അതുകൊണ്ട് അവൻ്റെ നിസ്കാരം തന്നെ ബാത്തിലാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. 10ഓളം ഷർത്തുകളാണ്, 10ഓളം നിബന്ധനകളാണ് തിലാവത്തിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 5 നിബന്ധനകൾ സാധാരണ നമ്മൾ നിസ്കാരത്തിന് പറയുന്ന 5 ഷർത്തുകൾ തന്നെ. 1, അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകണം. 2, അവൻ്റെ ശരീരവും വസ്ത്രവും അതേപോലെ തന്നെ അവൻ ആ നിൽക്കുന്ന സ്ഥലവും ഇതൊക്കെ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകണം. 3, ഔറത്ത് മറക്കണം. 4, സമയമായെന്നറിയണം. 5, കിബിലക്ക് മുന്നിടണം. ഇത് നമ്മൾ സാധാരണ നിസ്കാരത്തിൽ പറയുന്ന നിബന്ധനകളാണ്. ഈ 5 നിബന്ധനകൾക്ക് പുറമെ വേറെ 5 നിബന്ധനകളും വേറെ 5 ഷർത്തുകളും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്ന ഒരു വ്യക്തിക്കുണ്ട്. 6, അദ്ദേഹം ഖിറാഅത്തിനെ അഥവാ ആ ആയത്ത് അഥവാ തിലാവത്തിൻ്റെ സുജൂദിനെ പരാമർശിക്കുന്ന ആയത്ത് അത് പൂർണ്ണമായും അദ്ദേഹം ഓതുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും കേൾക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ ഭാഗികമായി ഓതിയത് കൊണ്ടോ അല്ലെങ്കിൽ ഭാഗികമായി കേട്ടതുകൊണ്ടോ അയാൾക്ക് തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താകുന്നില്ല. 7ാമത്തെ നിബന്ധനയാണ് മയ്യത്ത് നിസ്കാരം അല്ലാത്ത നിസ്കാരത്തിലായിരിക്കണം അദ്ദേഹം ഈ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ആയത്ത് ഓതുന്നത്. അടുത്ത നിബന്ധനയാണ് ഇത് തത്ത പോലത്തെ അല്ലെങ്കിൽ ഒരു ടാപ്പ് റെക്കോർഡ് പോലത്തതിൽ നിന്ന് അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തത്ത പോലത്തെ ജീവികളുടെ വായിൽ നിന്നോ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്ന് കേൾക്കാതിരിക്കണം. കേവലം അതൊരു മനുഷ്യൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നതാകണം. ഒരു നിബന്ധനയാണ് ഒരു സമയത്ത് അദ്ദേഹം ഈ ആയത്ത് കേൾക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാകണം. 2 ആളുകൾ ഒന്നിച്ച് ഓതിയാൽ ആ 2 ആളുകളിൽ നിന്ന് കേട്ടാൽ അതുകൊണ്ട് സുജൂദ് സുന്നത്താകുന്നില്ല. മറ്റൊരു നിബന്ധന അവസാനത്തെ 10ാമത്തെ നിബന്ധനയാണ് ഈ ആയത്ത് കേട്ടതിൻ്റെയും അതേപോലെ തന്നെ സുജൂദ് ചെയ്യുന്നതിൻ്റെയും ഇടയിൽ സമയം ദീർഘിക്കാൻ പാടില്ല. ആയത്ത് കേട്ട ഉടനെ അവൻ സുജൂദ് ചെയ്യണം. 10 നിബന്ധനകൾ പാലിച്ചാലേ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്ത പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഇത്രയൊക്കെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയം ചിലപ്പോൾ നമുക്ക് ഉദിച്ചേക്കാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുകയും നമ്മോട് പഠിപ്പിക്കുകയും ചെയ്ത ഏറ്റവും വലിയ സുന്നത്താണ്. എപ്പോഴാണ് ഇതിൻ്റെ സമയമാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്ത് ഓതിയിട്ട് പൂർണ്ണമായാലാണ് അതിൻ്റെ സമയം പ്രവേശിക്കുന്നത്. ആയത്ത് ഉദാഹരണത്തിന് യസ്ജുദൂൻ എന്ന് പറഞ്ഞ് ആ ആയത്ത് അവസാനിച്ചത് മുതലാണ് അതിൻ്റെ സമയം ആരംഭിക്കുന്നത്. വളരെ പെട്ടെന്നായിരിക്കണം നമ്മുടെ സുജൂദ് എന്നും ഓർമ്മപ്പെടുത്തിയല്ലോ. എങ്ങനെയാണ് ഈ സുജൂദ് ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യേണ്ട ഒരു മിനിമം രൂപം അഥവാ ഫർളുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഈ തിലാവത്തിൻ്റെ സുജൂദിലെ ഫർളുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഈ സുജൂദ് ശരിയാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 1, നിയ്യത്ത് മനസ്സിൽ വേണം. അതേപോലെ തന്നെ 2ാമത്തേതാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതേപോലെ തന്നെ 3ാമത്തേതാണ് ഒരു സുജൂദായിരിക്കും ഇതിലുണ്ടാവുക. മറ്റൊന്ന് സലാം വീട്ടുക എന്നുള്ള പ്രവർത്തനം വേണം. ഒന്നും കൂടി ആവർത്തിക്കുന്നു. 1, മനസ്സിൽ നിയ്യത്ത് വേണം. തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിൽ വേണം. 2ാമതായിട്ട് തക്ബീറത്തുൽ ഇഹ്റാമാണ്. സാധാരണ നമ്മൾ കൈകെട്ടി നമ്മൾ പറയാറുണ്ട് അല്ലാഹു അക്ബർ. അത് നമ്മൾ ഇവിടെയും പറയണം. അതുപോലെ തന്നെ ഒരു സുജൂദാണ് ഇവിടെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സലാം വീട്ടുക. ഈ രൂപമാണ് നിർബന്ധമായ രൂപം. ഇതെങ്കിലും പാലിച്ചു വേണം. ഇവിടെയുള്ള സൗകര്യം വേണ്ട ആളുകൾക്ക് നിന്നിട്ടും അല്ലെങ്കിൽ ഇരുന്നിട്ടും സാധാരണ ഫർദ് നിസ്കാരങ്ങൾക്കില്ലാത്തതുപോലെ നിന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ടോ ഒരുത്തൻ എന്ത് ചെയ്യാം? നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം അവന് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സുന്നത്തുകളൊക്കെ പാലിച്ചുള്ള രൂപം എങ്ങനെയാണ്? നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫർദുകളിൽ മാത്രം ഒതുക്കാതെ അതിൻ്റെ സുന്നത്തുകളെ കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. അതിൻ്റെ രൂപമൊന്ന് മനസ്സിലാക്കിയാലോ. 1, നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവരലോടുകൂടെ അവൻ്റെ നാവിലും നിയ്യത്ത് മൊഴിയുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 2ാമത്തെ ഫർദാണ് നമ്മൾ പറഞ്ഞത് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് കൈയ്യെട്ടുന്ന സമയത്ത് അവൻ്റെ കൈകളെ 2 ചുമലുകൾക്ക് നേരെ ഉയർത്തുകയും ചെയ്യുക. അതൊരു സുന്നത്താണല്ലോ. അവൻ 2ാമത് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അവൻ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ആവർത്തിക്കുക. അതേപോലെ തന്നെ സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്തും അവൻ തക്ബീറിനെ വീണ്ടും ആവർത്തിക്കുക. ഇവിടെ മനസ്സിലാക്കാനുള്ളത് അവൻ സുജൂദിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്തോ അവൻ 2 കൈകളെ ഉയർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സുന്നത്ത് ഇല്ല. സലാമിന് വേണ്ടി അവൻ ഇരിക്കുക, എന്നിട്ട് സലാം വീട്ടുക. ഇതാണ് അതിൻ്റെ രൂപം. ഇനി എന്താണ് ആ സുജൂദിൽ അവൻ ചൊല്ലേണ്ടത്? സാധാരണ ചൊല്ലുന്നത് പോലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നതാണോ അവൻ ചൊല്ലേണ്ടത്?
മറിച്ച് വേറൊരു സുന്നത്തായൊരു ദിക്ർ അവിടെ മഹാന്മാർ പഠിപ്പിച്ചിരുന്നതാണ്. ഒന്ന്, സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ർ അവിടെ ചൊല്ലേണ്ടതാണ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് ചൊല്ലണം. എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ഈ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ കറാഹത്തുകൾ എന്തൊക്കെയാണ്? സാധാരണ നമ്മുടെ നിസ്കാരത്തിൽ കറാഹത്തായി വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും കറാഹത്തായി വരിക. അതുപോലെ തന്നെ നിസ്കാരത്തിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയും തിലാവത്തിൻ്റെ സുജൂദിനെ ബാത്തിലാക്കുന്നതായിട്ടും കാണാം. നേരത്തെ പറഞ്ഞ ആ ഒരു രൂപം അഥവാ നിയ്യത്ത്, അതേപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം, അതുപോലെ സുജൂദ്, സലാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രൂപം, നിർബന്ധമായ രൂപം, അതേപോലെ തന്നെ സുന്നത്തുകളോട് കൂടി പറഞ്ഞ ആ ഒരു രൂപവും, ഇതൊക്കെ നിസ്കാരത്തിൻ്റെ പുറത്ത് ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്നാലാണ്. ഇനി ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നത് ഒരു നിസ്കാരത്തിലാണെങ്കിൽ ഫർളുകളും സുന്നത്തുകളും വ്യത്യസ്തമാണ്. അവിടെ ഫർളായിട്ടുള്ളത് കേവലം ഒരു സുജൂദ് മാത്രമാണ്. അവിടെ നിയ്യത്ത് പോലും അവിടെ നിർബന്ധം ഇല്ല. അഥവാ നിസ്കാരത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ആയത്ത് ഒരാൾ പാരായണം ചെയ്തു. അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ ഒരു സുജൂദിലേക്ക് പോവുക. അതോടുകൂടി തന്നെ തിലാവത്തിൻ്റെ സുജൂദ് അവിടെ നിർവഹിച്ചതായി കണക്കാക്കപ്പെടും. ഇനി നിസ്കാരത്തിലാണെങ്കിൽ എങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് ചെയ്യുക? മനസ്സുകൊണ്ട് നിയ്യത്ത് കരുതുക. തക്ബീർ അവൻ കുനിയുന്ന സമയത്ത് തക്ബീർ അഥവാ സാധാരണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതേപോലെ തന്നെ ആ സുജൂദിൽ നിന്ന് എണീക്കുന്ന സമയത്തും അവൻ അല്ലാഹു അക്ബർ എന്ന് പറയുക. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് സമയത്തും കൈ ഉയർത്തുക എന്ന ഒരു സുന്നത്ത് ഇല്ല. സുജൂദിൽ അവൻ ആ നേരത്തെ പറയപ്പെട്ട ദിക്ർ അത് അവൻ ആ സുജൂദിൽ ചെയ്യുക. പിന്നെ അവൻ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, സാധാരണ ഒരു റക്കായത്തിൽ നിന്ന് ഖിയാമിലേക്ക് അഥവാ നൃത്തത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഇസ്തിറാഹത്തിൽ ഒരു സുബ്ഹാനല്ലാഹയുടെ ഖദർ ഇരിക്കുക എന്നുള്ള സുന്നത്ത് ഇവിടെയില്ല. നേരെ എണീക്കലാണ്. അങ്ങനെ എണീച്ചതിന് ശേഷം അടുത്ത ആയത്തോ അല്ലെങ്കിൽ അല്പഭാഗം ഖുർആനിൽ നിന്ന് അവിടെ ഓതേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ തിലാവത്തിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിക്കേണ്ട ചില മസ്അലകൾ. സംശയങ്ങളുള്ള ആളുകൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ ആളുകളും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും.